കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ലേറ്റസ്റ്റ് ന്യൂസ് ആയിട്ടാണ്. നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡൽ റിലീസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ പാരയായിട്ട് നമ്മുടെ ഐഫോൺ ഇത്രയും കാലം കാത്തിരുന്ന ഒളിപ്പിച്ച് വെച്ച സൂക്ഷിച്ചു വെച്ച റിവീൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ പേര് അങ്ങോട്ട് ആരൊക്കെയോ കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പേരിനെ കുറിച്ചിട്ടാണ് ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആപ്പിൾ ഐഫോൺ 8 ആയിരിക്കും പ്രഖ്യാപനം എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം കൂടിയുള്ളൂ അതിൻ്റെ ഒരു ഒഫീഷ്യൽ സെറമണിക്ക് മുന്നേ ആയിട്ട്. പക്ഷേ അതിനു മുന്നേ ആരാണ്ടൊക്കെയോ പേര് ലീക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 3 പേരുകളാണ് വന്നിട്ടുള്ളത്: ഐഫോൺ 8, ഐഫോൺ 8 കൂടാതെ ഐഫോൺ എക്സ്. അപ്പോൾ ആ പേരുകളിൽ നിന്ന് തന്നെ 3 മോഡൽസ് ആണ് കമ്പനി ഇക്കുറി പുറത്തിറക്കണമെന്ന് കൺഫേം ആണ്. കൂടാതെ തന്നെ കുറച്ച് മുന്നേ ആയിട്ട് ഐഫോൺ 8ന്റെ റെൻഡറിങ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റിന്റെ ഇമേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുമായിട്ടൊക്കെ കുറച്ചുകൂടി ഇപ്പം വന്നിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ലേറ്റസ്റ്റ് ഫോണിന്റെ കാര്യങ്ങൾ പറയാനാണ് പോകുന്നത്. ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ഷൻ ഇനി ഈ ഒരു ഫോണിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫിംഗർ പ്രിന്റ്, നമ്പർ ലോക്ക്, പാറ്റേൺ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇനി മുതൽ എൻ്റെ ഫോണാണെങ്കിൽ എൻ്റെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. ഫേസ് റെക്കഗ്നിഷൻ, ഓണറിന്റെ മുഖം ഫോണിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത് ചാർജിങ്ങിന്റെ കാര്യം പറയുമ്പോൾ വയർലെസ് ചാർജിങ് ഫെസിലിറ്റിയാണ് ഫോണിൽ കൊണ്ടുവരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ടോപ്പ് ടു ബോട്ടം ബെസൽ സൈസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോൺ ഫുൾ സ്ക്രീൻ തന്നെയായിരിക്കും. അപ്പം കുറച്ചുകൂടി ഒരു വലിയ സ്ക്രീൻ ആകുമ്പോൾ വല്ലാത്തൊരു സ്റ്റൈലിഷ് ലുക്ക് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ നമുക്ക് ഫോണിനോട് കിട്ടും. ഇപ്പം എൻ ടു എൻ സ്ക്രീനുള്ള ഈ ഒരു ഫോണ് അതിൻ്റെ ലുക്ക് കാര്യങ്ങൾ, അത് മാത്രമല്ല ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അല്ലേ. അപ്പം കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു മോഡലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന വേറൊരു കാര്യം, ഇപ്പം പുറത്തിറങ്ങിയിരിക്കുന്ന ഈ പേര് പ്രകാരം ഏതൊക്കെയാണ് ഐഫോൺ 8, ഐഫോൺ 8 പിന്നെ ഐഫോൺ എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ പേര്. ഈ ഒരു പേരുകൾ പ്രകാരം തന്നെ നമുക്ക് മനസ്സിലാവും ഇതുവരെ എസ് സീരീസിലെ ഫോണുകളായിരുന്നു ഐഫോൺ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എസ് സീരീസ് നിർത്തിയിട്ട് ഇനി ഒരു പുതിയ ഒരു തരത്തിലൊക്കെയാണ് ഫോൺ ഇറങ്ങണമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പം പേരുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിലും കൺഫർമേഷൻ ആയിട്ട് ആപ്പിൾ ഇതുവരെ ആപ്പിളിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതരോ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇപ്പം ശരിക്കും പൂർണ്ണമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. അപ്പം ഒരു കൺഫർമേഷൻ വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. ഇനിയിപ്പോൾ ഒഫീഷ്യൽ സെറമണി വരുകയാണല്ലോ, അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് അറിയാൻ വേണ്ടി. ഐഫോണിന്റെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങാൻ പോണ മോഡൽസ് ഒരുപാട് കൂടുതൽ സൂപ്പർ ഫീച്ചേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഫോണുകളാണ്. അപ്പം അവരുടെ ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുമ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ പ്രകാരം $1000 മേലോട്ടായിരിക്കും വില എന്നാണ് അറിയുന്നത്. ഇത്രയും വിലയിൽ ഫോൺ വരുന്നു. ഈ ഒരു വേരിയന്റിന് വേണ്ടി ഇത്രയും കാലം കാത്തിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പം പലരും വിലയൊന്നും വലിയ പ്രശ്നമാക്കുന്നേ ഇല്ല. കാരണം ആപ്പിളിന് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഐഫോണിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൗഡി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് എല്ലാ ആൾക്കാരും. ഓക്കെ, അപ്പോൾ കൂടുതൽ കൺഫർമേഷൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ടെക് ലോകത്തുള്ള പുതിയ ലേറ്റസ്റ്റ് വിവരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരും. ഞങ്ങളുടെ ചാനലിൽ സ്റ്റേ ട്യൂൺ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ടെക് ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസിൽ ഞങ്ങളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നാളെ കാണുന്നത് വരെ ബൈ.